മഞ്ചേശ്വരം താലൂക്കിലെ തീരദേശവാസികൾ കടൽക്ഷോഭത്തിന്റെ ഭീതിയിൽ. ഉപ്പള ശാരദാനഗർ കടപ്പുറത്തെ നിരവധി വീടുകളും ഭജനമന്ദിരവും ഏതു നിമിഷവും കടലെടുക്കാറായ നിലയിലാണ്. ഇവിടുത്തെ ജിയോ ബാഗ് സംരക്ഷണ ഭിത്തിയും കടലെടുത്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ ഉപ്പള ശാരദാനഗറിലെ തീരദേശവാസികൾ ഭീതിയോടെയാണ് ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത്. 150ഓളം വീടുകൾ ഈ പ്രദേശത്തുണ്ട്. ശാരദാ ഭജനമന്ദിരത്തിന്റെ കോമ്പൗണ്ട് വരെ കടൽ കയറിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിലും കടൽ പ്രക്ഷുബ്ധമായ സ്ഥിതി അതീവ ദയനീയമാകും. 200 മീറ്റർ ഉണ്ടായിരുന്ന ജിയോ ബാഗ് കടൽ ഭിത്തിയും പൂർണ്ണമായും കടലെടുത്തു. ഹാർബറിന് അനുബന്ധമായി നിർമ്മിച്ച പുലിമുട്ടും തകർച്ചാ ഭീഷണിയിലാണ്. ചെറിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച അശാസ്ത്രീയമായ ഭിത്തി നിർമ്മാണവും കടൽക്ഷോഭത്തിന് കാരണമാകുന്നുണ്ടെന്നാണ് പ്രദേശത്തുകാർ പറയുന്നത്. കടൽ ഭിത്തി ചെയ്യുമ്പോൾ നമ്മൾ എഞ്ചിനീയർ ഉൾപ്പെടെ ചിന്തിക്കണം. പറയുമ്പോൾ ഈട് വന്നിട്ട് ഒരു മാസം 2 മാസം ഇരുന്നിട്ട് ഈടുത്ത ഒരു ക്ലൈമറ്റിനെ അനുസരിച്ചിട്ടാണ് അയാളെ എസ്റ്റിമേറ്റ് ആക്കേണ്ടത്. ഇതെന്തില്ല, ഈ കടൽ ഭിത്തി ചെയ്യുമ്പോൾ ഈ ഭൂമിക്ക് ലെവലായിട്ട് നമ്മൾ കല്ലിട്ടോണ്ട് വീട്ടിൽ കടൽ ഭിത്തി കെട്ടിയാൽ അതെന്ത് നിൽക്കില്ല. ഈ കടലിന്റെ സംഭവം പറയുമ്പോൾ ഈ എലിമാന്തുന്നല്ലേ, അതേമാതിരി തായെന്ന് 8 വീട്ട് 10 വീട്ട് തായെന്ന് എലിമാന്തി കണക്ക് പോകും. അപ്പോൾ ഈ ഇട്ട കല്ലുണ്ടല്ലോ പുളിമുട്ടും, അത് ഇടിഞ്ഞു പോയത് ഇപ്പുറത്തേക്ക്. അതാണ് വലിയ പ്രശ്നം. അധീക മുതൽ തെക്ക് ഭാഗത്തായി 4 കിലോമീറ്റർ ദൂരത്തിൽ 18 പുലിമുട്ടുകളാണ് നിർമ്മിച്ചത്. പുലിമുട്ടിന്റെ അശാസ്ത്രീയ നിർമ്മാണം കാരണം ഈ ഭാഗങ്ങളിൽ കടൽക്ഷോഭം ഓരോ വർഷവും കൂടുന്നതായും നാട്ടുകാർ പറയുന്നു. ഇത്തരം രീതിയിലുള്ള പുലിമുട്ട് നിർമ്മാണം ഭീഷണിയാകുമെന്ന് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഉദ്യോഗസ്ഥരോട് നിരന്തരം പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയായിരുന്നു നിർമ്മാണം പൂർത്തീകരിച്ചത്. കടലാക്രമണം ജനജീവിതത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടും പ്രദേശം സന്ദർശിക്കാൻ അധികൃതരാരും തന്നെ തയ്യാറായിട്ടില്ല. ശാരദാനഗർ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒരുപോലെ അവഗണിക്കുകയാണെന്നാണ് ഇവിടുത്തുകാർ നിറകണ്ണുകളോടെ പറയുന്നത്. ഇപ്പോൾ വർഷം പ്രതി കൂടുന്നവരുടെ വീട് നഷ്ടമായിരിക്കുന്നു. അതല്ലാതെ യുവമാർ ഞങ്ങളുടെ കംപ്ലൈൻറ്റ് പറയുന്നത് 2 ഫോട്ടോ എടുത്തിട്ട് പോകും. പിന്നെ വന്നിട്ട് ഈ കുത്ത നീളത്തിന് 4 കല്ലിട്ടാൽ എടുത്ത പരിഹാരം പരിഹരിക്കില്ല. നീട വേണ്ടത് എന്ന് പറഞ്ഞാൽ നല്ല ഒരു മത്സ്യത്തൊഴിലാളി എഞ്ചിനീയർ അയാളാണ് വേണ്ടത്. ഈടെ മുകളിൽ അങ്ങനെ ബ്രേക്ക് വാട്ടർ മാതിരി വടക്കൊക്കെ ഇട്ടിട്ടില്ലേ കല്ല് സ്റ്റാർ, അതാണ് ഇങ്ങനെ ഇടേണ്ടത്. പക്ഷേ ഇങ്ങനെ നീളത്തിന് കല്ലിട്ട് ഒരു കാര്യമില്ല. മുറ്റത്തെല്ലാം വെള്ളം നിൽക്കുന്നത് രാവിലെ എനിക്ക് നോക്കുമ്പോൾ. വീട് കഴിഞ്ഞ കൊല്ലം ഒരു 4 വീട് പോയി. ഈ ഒരു 5 വീട് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ശാരദാനഗർ കടപ്പുറം. അപ്പോൾ ഈടെ വന്നിട്ട് ആര് MP ആവട്ടെ MLA ആവട്ടെ ഈടത്തെ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറുണ്ട്, ഈടെ കണ്ണെടുത്ത് നോക്കുന്നില്ല. പ്രധാന പാതയും ക്ഷേത്രത്തിലേക്കുള്ള റോഡും തകർന്ന് ഇതുവഴിയുള്ള സഞ്ചാരവും ദുരിതം നിറഞ്ഞതാണ്. തെരുവ് വിളക്ക് സ്ഥാപിക്കാതെയും പ്രദേശത്തെ പാടെ അവഗണിക്കുകയാണെന്ന പരാതിയുമുണ്ട്. കാലവർഷത്തോടൊപ്പം ട്രോളിംഗ് നിരോധനവും കൂടിയായപ്പോൾ ജീവിതമാർഗം മുട്ടിയ നിലയിലാണ്. പലപ്പോഴും കടലോര മക്കൾ പട്ടിണിയിലാണെന്നും നാട്ടുകാർ പരിതപിച്ചു. മണിമുണ്ട ഉൾപ്പെടെ മഞ്ചേശ്വരം താലൂക്കിന്റെ വിവിധ തീരമേഖലയിലും കടലാക്രമണം രൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.